നമസ്കാരം. മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ മഹായുതി സർക്കാരിന് തുടർഭരണമാണ് മഹാരാഷ്ട്രയിലെ ജനങ്ങൾ നൽകിയത്. 288 സീറ്റുകളിൽ 235 നേടി അവർ മുന്നിലേക്ക് വരികയും ഇന്ത്യ മുന്നണിയുടെ പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ കഥ കഴിക്കുന്ന രീതിയിലായിരുന്നു ജനങ്ങളുടെ പ്രതികരണവും ജനങ്ങൾ അത് വോട്ടെടുപ്പിൽ തെളിയിച്ചതും. എന്നാൽ ഈ ഒരു തെരഞ്ഞെടുപ്പ് ഫലത്തിൽ ഇന്ത്യ മുന്നണി നേതാക്കൾ പ്രത്യേകിച്ച് കോൺഗ്രസിലെ രാഹുൽ ഗാന്ധി, മല്ലികാർജുൻ ഖാർഗെ, രമേശ് ചെന്നിത്തല തുടങ്ങിയ ആളുകളെയൊക്കെ തന്നെ പ്രതികരണം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ കണ്ടു. അതായത് EVM തട്ടിപ്പാണ്, ബാലറ്റിലേക്ക് തെരഞ്ഞെടുപ്പ് കൊണ്ടുവരണമെന്നൊക്കെയാണ് അവർ പറയുന്നത്. ഈ ഒരു ആവശ്യത്തിന് ഏറ്റവും തുടക്കം കുറിച്ചത് ദി വയർ എന്ന ഓൺലൈൻ മാധ്യമത്തിൻ്റെ ഒരു വ്യാജ വാർത്തയാണ്. അവർ നൽകിയ വാർത്ത ഇങ്ങനെയായിരുന്നു: ആകെ പോൾ ചെയ്ത വോട്ടുകളേക്കാൾ 5 ലക്ഷം വോട്ടുകൾ കൂടുതലായി എണ്ണി എന്നായിരുന്നു അവരുടെ ഒരു കണ്ടെത്തൽ. എന്നാൽ പിന്നീട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിലൊരു വിശദീകരണം നൽകുകയും ചെയ്തു. അതായത് 6,40,88,195 വോട്ടുകളാണ് പോൾ ചെയ്തത്. ഇതിൻ്റെ കൂടെ 5,38,225 വോട്ടുകളും വരുന്നുണ്ട്. അതായത് ഈ 5,38,225 വോട്ടുകൾ എന്ന് പറയുന്നത് തപാൽ വോട്ടുകളാണ്. ഈ വോട്ടുകൾ ഒരിക്കലും EVM വോട്ടുകളായിട്ട് കണക്കാക്കാറില്ല. അതുകൊണ്ട് തന്നെ ഇത് EVMൽ കണക്കിൽ വരാത്ത വോട്ടുകളാണ്. ഈ വോട്ടുകൾ വെച്ചുകൊണ്ടാണ് അവർ കൂടുതൽ വോട്ടുകൾ എണ്ണി എന്ന തരത്തിൽ വ്യാജ വാർത്ത പടച്ചുവിട്ടത്. ഈ വാർത്തയെ ചുറ്റിപ്പറ്റി പിന്നീട് കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണമായിരുന്നു. രമേശ് ചെന്നിത്തലയ്ക്കായിരുന്നു മഹാരാഷ്ട്രയിലെ ചുമതല. അതുകൊണ്ട് തന്നെ അദ്ദേഹം EVM പഴിച്ചു. ബാലറ്റിലേക്ക് തെരഞ്ഞെടുപ്പ് കൊണ്ടുവരണമെന്ന് മല്ലികാർജുൻ ഖാർഗെ പറയുന്നു. നമ്മുടെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് നേരത്തെ തന്നെ EVM വലിയ താല്പര്യമില്ല. അദ്ദേഹം അടക്കമുള്ള ആളുകൾ EVM കുറ്റം പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വരികയും ചെയ്തു. നമ്മുടെ ഇവിടുത്തെ മലയാള മാധ്യമങ്ങൾ BJPക്ക് തിരിച്ചടി കിട്ടുമ്പോൾ അല്ലെങ്കിൽ EVM ആരെങ്കിലും പഴിക്കുമ്പോൾ അതൊക്കെ വലിയ വാർത്തയാക്കുന്ന ആളുകളാണ്. അവരൊക്കെ തന്നെ അന്തിച്ചർച്ചയിൽ ഈ വിഷയം എടുത്ത് പറയുകയും രാത്രി ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് EVM തട്ടിപ്പാണെന്ന തരത്തിൽ അവർ ചർച്ച നടത്തുകയും ചെയ്തിരിക്കുകയാണ്. എന്നാൽ ഈ ഒരു വ്യാജ വാർത്തയിൽ ദി വയർ ഖേദം പ്രകടിപ്പിക്കുകയും തങ്ങൾക്ക് തെറ്റുപറ്റിയെന്ന് അവർ പറയുകയും ചെയ്തു. എന്നാൽ കേരളത്തിലെ മാധ്യമങ്ങൾ ഈ ഒരു നിമിഷം വരെ ഇതിനെക്കുറിച്ച് മിണ്ടിയിട്ടില്ല. കാരണം അത് മിണ്ടിയാൽ തങ്ങൾക്ക് തന്നെ ദോഷമാകുമെന്ന് അവർക്കറിയാം. ഇപ്പോഴും BJP വിരുദ്ധത, പ്രധാനമന്ത്രിയെ ഇകഴ്ത്തിക്കാണിക്കുക, EVM ഇകഴ്ത്തിക്കാണിക്കുക എന്ന നിലപാടിൽ നിന്നും അവർ ഒട്ടും പിന്നോക്കം പോയിട്ടില്ല എന്ന് തന്നെയാണ് അവരുടെ ഈ പ്രതികരണം അല്ലെങ്കിൽ ഖേദം പ്രകടിപ്പിക്കാത്തതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും രാജ്യത്തിൻ്റെ, ലോകത്തിൻ്റെ ഏറ്റവും വലിയ വിശ്വാസ്യതയുള്ള ഒരു പ്രക്രിയയാണ് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ. ആ പ്രക്രിയയെ ഇങ്ങനെ തകിടം മറിക്കുന്ന ആളുകൾക്കൊപ്പം കൂട്ടുനിൽക്കുന്നത് ശരിയാണോ എന്നാണ് സോഷ്യൽ മീഡിയയിലടക്കം വരുന്ന പ്രതികരണങ്ങൾ വ്യക്തമാക്കുന്നത്. മറ്റൊന്നുകൂടി, ദി വയർ എന്ന ഓൺലൈൻ മാധ്യമം ദേശവിരുദ്ധ ശക്തികളിൽ നിന്നും പണം വാങ്ങിയതിന് കേസ് നേരിടുന്ന ഒരു മാധ്യമമാണ് എന്നും കൂടി പറഞ്ഞ് കേൾക്കുന്നു. അത്തരത്തിലുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്.